മരുമകൾ. രചന ശ്രീ. അവതരണം മിത്രവിന്ദ. ഒരു വേള ആ ലിവിംഗ് റൂമിലിരുന്ന എല്ലാവരുടെയും നോട്ടം ശ്രീജിത്തിൻ്റെ വലത്തേ കവിളിലേക്ക് നീണ്ടു. ശരിയാണ്, സൂക്ഷിച്ചു നോക്കിയാൽ നല്ല രീതിയിൽ അറിയാൻ കഴിയുന്ന വലുപ്പത്തിൽ മീനുവിൻ്റെ വിരൽപ്പാടുകൾ ശ്രീജിത്തിൻ്റെ കവിളിൽ പതിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നിഷ്ടം കാണിച്ച് തന്നിഷ്ടത്തിന് പ്രവർത്തിച്ച് നടക്കുന്ന ഒരുത്തി എൻ്റെ മോന് ഇനി ഭാര്യയായി വേണ്ട. ശോഭന തീർത്തു പറഞ്ഞപ്പോൾ മാധവ് ശബ്ദമുയർത്തി. മീനു ശ്രീജിത്തിനെ തല്ലി, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ എന്തിനു തല്ലി? ഒരു കാരണവുമില്ലാതെ എന്തായാലും ഒരാൾ മറ്റൊരാളെ പോയി തള്ളില്ല. എന്തിനു തല്ലിയെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ക്ലാരിറ്റി എനിക്ക് കിട്ടണം. അല്പം കർക്കശമായി തന്നെ മാധവൻ അത് പറഞ്ഞു. മീനുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ലാതെ അവർ എന്താകും പറയുന്നതെന്ന് കേൾക്കുവാൻ വേണ്ടി കയ്യും കെട്ടി കാത്തു നിൽക്കുകയാണ്. ശ്രീജിത്തിൻ്റെ മുഖം ഇരുണ്ടു. ശോഭനയും ആകെ വിളറിവെലുത്തി നിൽക്കുകയാണ്. ഒട്ടൊരു നേരത്തിന് ശേഷം ആരും ഒന്നും സംസാരിക്കാതിരിക്കുന്ന കണ്ടതും മാധവിൻ്റെ നോട്ടം മീനുവിലേക്ക് നീണ്ടു. ആദ്യം അടികിട്ടിയത് എനിക്കാണ്, അതും യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ. ഞാൻ പറയട്ടെ ഈ വീട്ടിലെ കാര്യങ്ങൾ. ഭാര്യ എത്ര വിഷമിച്ചാലോ കണ്ണീര് കുടിച്ചാലോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ആർക്കും. അനിയത്തി എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അതാണ് കാര്യം. ശ്രീനിധി എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്കും സന്തോഷം തന്നെയുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ കണ്ണീര് കണ്ടുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ ഓരോരോ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഞാൻ പ്രതികരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ മീനുവിൻ്റെ നോട്ടം ശോഭനയിലേക്ക് നീണ്ടു. എന്താ ശ്രീജിത്തെ മീനു ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ് ശ്രീജിത്തിൻ്റെ അഭിപ്രായം? ഒരു കാര്യം കേൾക്കുമ്പോൾ രണ്ടു ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കണമല്ലോ, മാധവ് പറഞ്ഞു. അങ്ങനൊന്നുമില്ല കാര്യങ്ങൾ. മീനുവിന് കുശുമ്പാണ് ശ്രീനിധിയോട്. അതെന്തിനാണെന്ന് മാത്രമാണ് ഞങ്ങൾക്കറിയാത്തത്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ കേൾക്കാതെ മീനു ശ്രീനിധിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏട്ടൻ്റെ പൈസ മുഴുവൻ ചെലവാക്കാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. ആണോ മീനു, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയായിട്ടുള്ളൊരു സംസാരമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മാധവ് മീനുവിനോട് ചോദിച്ചു. ഏട്ടാ, ശരിക്കും സത്യം ഇതൊന്നുമല്ല. ശ്രീനിധിക്ക് എന്തിൻ്റെ പേരിലാണെന്നറിയില്ല. ഞാൻ വന്ന നാൾ മുതൽ എന്നോട് ദേഷ്യവും അസൂയയും കുശുമ്പും ഒക്കെയാണ്. ഈ അടുത്ത് നടന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ മാസം ഏട്ടൻ്റെ ഏടത്തിയുടെയും വിവാഹ ആനിവേഴ്സറിക്ക് വരാൻ ഒരു പുതിയ ചുരിദാർ എടുത്തു. ശ്രീനിധി അതെന്നോട് ചോദിച്ചു. കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നീട് ശ്രീയേട്ടൻ വന്ന് ചോദിക്കുന്നു, അമ്മ വന്ന് ചോദിക്കുന്നു. എനിക്ക് ഈ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. എനിക്കായിട്ടൊരു സാധനം വാങ്ങാൻ പറ്റില്ല. എന്ത് വാങ്ങിയാലും ശ്രീയേട്ടൻ്റെ പെങ്ങൾക്ക് വേണം. അതുപോലൊന്ന്. ഡ്രസ്സ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ദേഷ്യം തീർക്കാൻ എന്ന പോലെ എൻ്റെ അലമാലയിലിരുന്ന മുഴുവൻ തുണികളും വലിച്ചു വാരി കട്ടിലിട്ടു. എന്തിനേറെ പറയുന്നു, ഇന്ന് രാവിലെ ഇവർ ചെയ്ത കാര്യം ഞാൻ പറയാം. ഞാൻ കോളേജിൽ പോകാൻ തയ്യാറായി വരുമ്പോഴേക്കും എൻ്റെ വണ്ടിയുടെ 4 വീലും പഞ്ചറ്. അതുമാത്രമല്ല, ബാക്കിലെ 2 വീലുകൾ എന്തോ ആയുധം ഉപയോഗിച്ചിട്ട് കുത്തിക്കയറി വെച്ചിരിക്കുന്നു. ഞാൻ ഈ നേരം വരെ ഒരക്ഷരം ഇവരോട് ചോദിച്ചിട്ടില്ല. പിന്നത് മാത്രമല്ല, ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വേണം. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി അവരവരിയ്ക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടു കൊടുക്കണം. എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് ഇവിടെ അമ്മയോ ശ്രീനിധിയോ ശ്രീയേട്ടനോ ആരും തന്നെ വരില്ല. ചില ദിവസം എനിക്ക് എന്തെങ്കിലും വയ്യായിക വന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നാൽ അന്ന് മുഴുവൻ വഴക്കും ചീത്തയും ബഹളവും. എനിക്കൊരു വയ്യായിക വന്നാൽ ഞാൻ കഴിച്ചോ എനിക്കെന്തെങ്കിലും വേണമെന്ന് പോലും ഒരാളും ചോദിക്കില്ല. ഈ വീട്ടിലൊരു ജോലിക്കാരിക്ക് തുല്യമായിട്ടാണ് ഇവരെന്നെ കാണുന്നത്. അമ്മയുടെയും പെങ്ങളുടെയും ഭാഗത്തു നിന്നുള്ള ഈ വിധം പെരുമാറ്റങ്ങളെല്ലാം സഹിക്കാം. പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നു കൂടി ഇങ്ങനെയുള്ള അവഗണനകൾ നേരിട്ടാൽ പിന്നീട് ഒരു പെൺകുട്ടിക്ക് വരുന്ന അവസ്ഥയെപ്പറ്റി ഇടന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? ശ്രീജിത്തിൻ്റെ ശോഭനയുടെയും ശ്രീനിധിയുടെയും മുഖം വെള്ളക്കടലാസ് പോലെ വിളറി വെളുത്തു. ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് സഹിതം കാര്യം കാണിച്ചു തരാം. അങ്ങനെ കാണിച്ചാലെങ്കിലും നിങ്ങൾ വിശ്വസിക്കുമോ? അതും പറഞ്ഞുകൊണ്ട് മീനു അവളുടെ ഫോൺ എടുത്തു. ബാക്കി മുഖങ്ങളെല്ലാം ആ നേരം അവൾ എന്താകും ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിൽ അവളെ നോക്കി. ശോഭനയ്ക്കും ശ്രീനിധിക്കും അകാരണമായി അവരുടെ നെഞ്ചിടിച്ചു. ഇതൊന്ന് കണ്ടു നോക്കിയേ. അതും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അവളുടെ കയ്യിലിരുന്ന
ഫോണിലെ ഒരു വീഡിയോ എടുത്ത് സുഭദ്രയെ കാണിച്ചു കൊടുത്തു. അത് രാവിലെ സമയം, ഏകദേശം 6 മണിയോട് അടുത്തിട്ടുണ്ട്. മങ്ങിയ അന്തരീക്ഷമാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇരുട്ടും പൂർണ്ണമായി മാറിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കയ്യിൽ സ്ക്രൂ ഡ്രൈവറും മറ്റെന്തോ മൂർച്ചുള്ള സാധനങ്ങളുമായി മീനാക്ഷിയുടെ കാറിൻ്റെ ടയറ് കുത്തിക്കിഴിക്കുന്ന ശ്രീനിധി. അവൾക്ക് വെട്ടം കാണാനായി ടോർച്ച് അടിച്ചുകൊണ്ട് തൊട്ടരികിൽ നിൽക്കുന്നത് ശോഭനയാണ്. സുഭദ്ര വീഡിയോ കണ്ടു കഴിഞ്ഞതും അത് മറ്റുള്ളവർക്കെല്ലാവർക്കും കാട്ടിക്കൊടുത്തു. ഇങ്ങനെയുള്ള ഈ ആളുകളോട് ഇതിലും മര്യാദയെ പെരുമാറാൻ എനിക്കറിയില്ല. പെട്ടെന്ന് മീനാക്ഷിയുടെ വായിൽ നിന്നത് കേട്ടതും ശോഭനയും ശ്രീനിധിയും ഒന്ന് ചൂളി. ഇതിപ്പോൾ മീനാക്ഷിയുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിക്കായിരുന്നു. പക്ഷെ സുഭദ്ര, അവരോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സുഭദ്രയും അവരുടെ ഭർത്താവ് ബാലനും ഇരുന്നിടത്തു നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റു. എന്തൊക്കെയാ ശോഭനെ ഈ കാണുന്നത്? ഇതൊക്കെ നല്ലതാണോ? ഇങ്ങനെയുള്ള പ്രവൃത്തികളാണോ നിങ്ങൾ നിങ്ങളുടെ മകളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? അമ്മേ, അത് ഞാൻ... ശ്രീനിധി അതിനെ എന്തോ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചതും സുഭദ്ര കയ്യുയർത്തി തടഞ്ഞു. മതി ശ്രീനിധി, നിർത്ത്. ഇങ്ങനൊരു പെണ്ണായിരുന്നോ നീ? ഹരി എന്തായാലും ഞാനൊന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുത്തിയാണോ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ. ശ്രീനിധിയുടെയും ഹരിയുടെയും പ്രണയവിവാഹമായിരുന്നു. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരിക്കൽ ഹരി ശ്രീനിധിയും കൂട്ടി വീട്ടിൽ വന്നിരുന്നു, വീട്ടുകാർക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ. അന്നേ ശ്രീനിധിയുടെ ധാർഷ്ട്യവും പൊങ്ങച്ചവും നിറഞ്ഞ സംസാരം സുഭദ്രയ്ക്ക് തീരെ പിടിച്ചില്ല. ഹരിയുടെ വീട്ടുകാർക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു ശ്രീനിധിയുമായുള്ള വിവാഹത്തിന്. ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കൂടി വന്നതോടെ കത്തിക്കയറുകയാണവർ. ഞാൻ പറയുന്നത് കേൾക്ക്, സത്യാവസ്ഥ ഇതല്ല. ശ്രീനിധി ചെയ്ത കള്ളത്തരം ന്യായീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? തെളിവ് സഹിതമല്ലേ മീനു എനിക്കിവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇത് കാണിച്ചു തന്നത്. ഇനി ഇതൊക്കെ ന്യായീകരിക്കാൻ നീ എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഈ കണ്ടൊന്നും സത്യമല്ലാതാവാൻ പോകുന്നില്ലടി. എൻ്റെ സുഭദ്രെ, ഈ മീനാക്ഷി പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. പഠിച്ച കള്ളിയവൾ. ശോഭനയും പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ് മീനു. അവർ പറഞ്ഞു പറഞ്ഞ് എവിടെ വരെ പോകുമെന്ന് നോക്കുകയാണവൾ. അത് നല്ല കൂളായിട്ട്. നിങ്ങൾ അമ്മയും മോളും കൂടി എല്ലാ കൊള്ളരുതായ്മയും ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ കുറ്റം മുഴുവൻ മരുമകൾക്കായോ? പെട്ടെന്ന് സുഭദ്ര അങ്ങനെ ചോദിച്ചതും ശോഭന തലകുനിച്ചു നിന്നു. ശ്രീജിത്തിനാണെങ്കിൽ ഇന്ന് രാവിലെ നടന്ന ഈ സംഭവത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒട്ടൊരു അത്ഭുതത്തോടെയാണ് അവൻ അമ്മയും സഹോദരിയെ നോക്കിയത്. കാര്യം മീനാക്ഷിയോട് എത്രയൊക്കെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാലും ഇവരിങ്ങനെയൊരു പ്രവൃത്തി അവളോട് കാണിക്കുമെന്ന് അവനും കരുതിയില്ല. ശ്രീജിത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ മീനാക്ഷിക്കും അത് മനസ്സിലായിരുന്നു. ശ്രീജിത്തിന് കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്ന്. ഇനി ശ്രീയേട്ടൻ എന്താ പറയാനുള്ളത്? മീനാക്ഷി, എൻ്റെ അമ്മയും സഹോദരിയും നിന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ നീ ഒരാളുടെ സ്വഭാവദൂഷ്യം കൊണ്ട് മാത്രമാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അനുസരണയോടെ ഈ വീട്ടിൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. നീ തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. തലയ്ക്ക് കൈകൊടുത്ത് നിന്നുപോയി മീനാക്ഷി ഒരു നിമിഷം. നിങ്ങൾക്ക് തലയ്ക്ക് വട്ടുണ്ടോ ശ്രീയേട്ട? അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും വ്യക്തമാണ് ഇതിൽ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന്. ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും വീണ്ടും ഈ അമ്മയും പെങ്ങളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഇവിടെ കൂടി നിൽക്കുന്നവർക്ക് പോലും സത്യങ്ങൾ മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നത്? മതി ശ്രീജിത്ത്, ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. നിന്നെപ്പോലെ ഒരാളുടെ കൂടെ എൻ്റെ പെങ്ങൾ എങ്ങനെ 2 വർഷം ജീവിച്ചു, അതാണ് എനിക്കിപ്പോൾ അതിശയം. മാധവ് ഇടയ്ക്ക് കയറി പറഞ്ഞു. മാധവ് അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മീനുവിൻ്റെ ഭാഗത്തും തെറ്റുകളില്ലേ? അവരങ്ങനെയൊക്കെ അവളോട് ചെയ്തു എന്നുള്ളത് ശരി. പക്ഷെ അവളും തിരിച്ച് അതേ രീതിയിലല്ലേ അവരോട് പെരുമാറുന്നത്? ഒരുപക്ഷെ മീനു ആ സ്ഥാനത്ത് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ശ്രീജിത്തിൻ്റെ അമ്മയും സഹോദരിയുമൊക്കെ ഒന്ന് മാറി ചിന്തിച്ചേനെ. മീനുവിൻ്റെ അമ്മയാണത് പറഞ്ഞത്. സ്വന്തം മകൾ അനുഭവിച്ച ദുരവസ്ഥ ഇതിലും വ്യക്തമായിട്ട് ഇനി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും മീനുവിൻ്റെ വീട്ടുകാർ ഇങ്ങനെ പെരുമാറിയപ്പോൾ സുഭദ്ര ഒരുതരം അസ്വസ്ഥതയോടെ അവരെ നോക്കി. അതുമാത്രമോ, ഭർത്താവിനെ കൈനീട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ കെട്ടുതാലി സ്വയം ഉറക്കുന്നതിന് തുല്യമല്ലേ അത്? കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ?
മീനാക്ഷിയുടെ അമ്മ ഇങ്ങനെ സംസാരിച്ചതോടെ അവളുടെ സകല നിയന്ത്രണവും നഷ്ടമായി. അവൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട ലക്ഷ്മി മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ തോളിത്തട്ടി അവളെ ആശ്വസിപ്പിച്ചു. അമ്മയ്ക്കെന്താ ഭ്രാന്തുണ്ടോ? തലയ്ക്ക് സ്ഥിരതയില്ലാത്തവർ പോലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അമ്മ നൊന്ത് പ്രസവിച്ചത് തന്നെയാണോ ഇവളെ? അല്പം കടുപ്പത്തിൽ മാധവത് പറഞ്ഞതും മീനാക്ഷിയുടെ അച്ഛൻ കയറി ഇടപെട്ടു. മാധവ്, അമ്മയോട് സൂക്ഷിച്ച് സംസാരിക്കണം. അമ്മയെ പറഞ്ഞതിനോട് അച്ഛന് യാതൊരു എതിർപ്പുമില്ലേ? അച്ഛനും ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? നാളെ ഒരു കാലത്ത് ഇവരുടെ പീഡനം സഹിക്കവയ്യാതെ അവൾ ആത്മഹത്യ ചെയ്ത് അവളുടെ ജീവനില്ലാത്ത ശരീരത്തിനരികിലിരുന്ന് കരയുന്നതിലും എത്രയോ നല്ലതാണച്ചാ. നാടിനെ നാട്ടുകാരെ ഒന്നും നോക്കാതെ സ്വന്തം മകൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവളെ നെഞ്ചോട് ചേർത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് മീനുവിനെ നമുക്കൊപ്പം കൊണ്ടുപോകാം. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു നിമിഷം പോലും അവൾ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതെന്തായാലും നടക്കില്ല മാധവ്. നാടറിയേ, നാട്ടാരറിയേ കൈ നിറച്ച് പൊന്നും പണവും കൊടുത്ത് ഇവളെ ഞാൻ വിവാഹം കഴിപ്പിച്ചയച്ചതേ ശിഷ്ടകാലം ഭർത്താവിൻ്റെ വീട്ടിൽ അവർ പറയുന്നത് പോലെ ഭാര്യയും മരുമകളുമായി ജീവിക്കാൻ വേണ്ടിയാണ്. മീനാക്ഷിയുടെ വീട്ടുകാരുടെ ആ വക സംസാരങ്ങൾ കേട്ടതും ശോഭനയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. കാരണം മീനാക്ഷിയുടെ വീട്ടുകാരെന്തായാലും മീനാക്ഷിയെ തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് പോകാൻ മറ്റൊരിടമില്ല. അതുകൊണ്ട് അവൾ എന്തായാലും വീട് വിട്ടു പോകാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് ശോഭന മനസ്സിലുറപ്പിച്ചു. അച്ഛനുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ വേണ്ടെന്നേ, എനിക്ക് സ്വന്തമായി ഒരു വീടുണ്ടല്ലോ, ഞാൻ അവിടേക്ക് കൊണ്ടുപോകും മീനുവിനെ. മാധവ് അവൻ്റെ ഭാഗം പറഞ്ഞു നിർത്തി. മാധവ്, അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഈ അച്ഛന് നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചെന്ന് കരുതിയാൽ മതി. കെട്ടിച്ചു വിട്ട വീട്ടിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകേണ്ടത് പെൺകുട്ടികളുടെ കടമയാണ്. അല്ലാതെ തൊട്ടേനും പിടിച്ചേനും ഭർത്താവിനെ തല്ലാൻ പോവുക, ഭർത്താവിൻ്റെ അമ്മയോട് തർക്കുത്തരം പറയുക, ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണോ? മീനാക്ഷിയുടെ അച്ഛൻ അങ്ങനെ വീണ്ടും പറഞ്ഞതോടെ അവളുടെ സർവ്വ നിയന്ത്രണവും തെറ്റി. നിർത്തുന്നുണ്ടോ നിങ്ങളെല്ലാവരും? മനുഷ്യൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അത് പറയുമ്പോഴവൾ അലറുകയായിരുന്നു. ഞാൻ ആരുടെയും കൂടെ എങ്ങോട്ടും വരുന്നില്ല. മീനാക്ഷി അത് പറഞ്ഞതും ശോഭനയുടെയും ശ്രീനിധിയുടെയും മുഖം തെളിഞ്ഞു. ഇനിയും മീനാക്ഷിയെ തങ്ങൾക്ക് തട്ടിക്കളിക്കാൻ കിട്ടുമല്ലോ എന്നോർത്ത് അവർക്ക് സന്തോഷത്തിൽ തുള്ളിച്ചാടാൻ തോന്നി. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പണ്ടേ മനസ്സിൽ കരുതിയതാ. അതുകൊണ്ട് ഞാനൊരു ഹോസ്റ്റൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറും. ആരും എന്നെ തടയാൻ വരണ്ട. അല്ലേ, അത് കൊള്ളാലോ. എൻ്റെ മോൻ്റെ താലിയും കഴുത്തിലിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു തീർപ്പ് പോലെ ശോഭന പറഞ്ഞു. അതിനാർക്ക് വേണം നിങ്ങളുടെ മോനെ? ഈ വീടിൻ്റെ പടി ഞാൻ ഇറങ്ങുന്നു എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെയുള്ള ഓരോരുത്തരുമായിട്ട് എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നുവെന്നാണ്. ഇനി ഇങ്ങനൊരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. നിങ്ങളുടെ മോനെപ്പോലൊരു സൈക്കോയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം എല്ലാം ഇട്ടെറിഞ്ഞു പോയി എവിടെയെങ്കിലും സ്വസ്ഥമായി ഒറ്റയ്ക്ക് കഴിയുന്നതാ. സമാധാനവും സന്തോഷവും കിട്ടും. മീനാക്ഷി പറഞ്ഞു നിർത്തി. ഞങ്ങളാണ് ശ്രീജിത്തിനെ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചത്. ഞങ്ങളുടെ അറിവോടെ അല്ലാതെ ശ്രീജിത്തിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു വീടോ അച്ഛനോ അമ്മയോ ഉണ്ടെന്ന് കരുതരുത്. സ്വന്തം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും അങ്ങനെ അത്തരത്തിലൊരു സംസാരം കേട്ടതും അത്രയും നേരം ബോൾഡായി നിന്ന മീനാക്ഷിയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. എന്നാൽ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന സുഭദ്രയ്ക്ക് അവരുടെ കൈ തരിക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷിയുടെ അമ്മ എന്തു വർത്താനം ഈ പറയുന്നേ? മീനാക്ഷിയെക്കുറിച്ച് ശ്രീനിധിയോ ശ്രീനിധിയെ എൻ്റെ മോൻ ഹരി വിവാഹം കഴിച്ച ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ പറഞ്ഞു കേട്ടത് വെച്ച് നിങ്ങളുടെ മകൾക്ക് 2 വർഷക്കാലം ഇവിടെ സന്തോഷം നിറഞ്ഞ ജീവിതം ആയിരുന്നില്ല. എന്തിനാണ് നാട്ടുകാരെയും കുടുംബക്കാരെയും നോക്കി മകളെ ഇങ്ങനെ നരകിക്കാൻ വിട്ടുകൊടുക്കുന്നത്? അവളെ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോയിക്കൂടെ? ഇനിയെങ്കിലും ആ കുട്ടി കുറച്ച് സ്വസ്ഥമായി ജീവിക്കട്ടെ. ഇത് ഞങ്ങളുടെ മകളുടെ കാര്യമാണ്. സുഭദ്ര അതിൽ അഭിപ്രായം പറയണ്ട. മീനാക്ഷിയുടെ അമ്മ കർക്കശമായി പറഞ്ഞതും സുഭദ്ര വല്ലാതായി. അതേസമയം ശ്രീനിധിയുടെ മുഖം വിടർന്നു.
അവളുടെ ചിരി കൃത്യമായി സുഭദ്ര കാണുകയും ചെയ്തു. നീ ചിരിക്കണ്ട ശ്രീനിധി. എൻ്റെ മകനോട് ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ ഇനി നിന്നെപ്പോലെ ഒരുത്തി അവൻ്റെ ജീവിതത്തിൽ വേണോ വേണ്ടയോ എന്ന്. മനസ്സിൽ ഇത്രയും ക്രൂര ചിന്തകളുള്ള നിന്നെപ്പോലെ ഒരുത്തി വേണ്ടി വന്ന ഞങ്ങൾക്ക് വിഷം കലക്കി തന്ന് കൊല്ലാനും മടിക്കില്ല. എങ്ങനെ ജീവിക്കും നിന്റെ കൂടെ ഞങ്ങൾ? അതും പറഞ്ഞ് ആരോടും യാത്ര പോലും പറയാതെ സുഭദ്രയും ബാലനും ആ വീട് വിട്ടിറങ്ങി. തുടരും.